അവനെ കൂട്ടിയിട്ട് പോലും അവനോട് പോന്നറിയില്ലല്ലോ. കെട്ടിപ്പിടിച്ചിട്ട് തരുവല്ലോ. ആരും ഇതുപോലെ പറ്റിക്കപ്പെടാതിരിക്കുക. ഞാൻ നിങ്ങളോട് വേണ്ടിട്ട് പറയുന്ന, നിങ്ങൾക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യണം. ഞാൻ ഡ്യൂട്ടിക്ക് രാവിലെ പോകുമ്പോൾ വരെ ഒരാളുടെ കരയുണ്ട്, അറിയെങ്കിൽ. അപ്പൊ പിന്നെ പറഞ്ഞു ഞാൻ മിണ്ടാത്തോണ്ടെങ്കിൽ എനിക്ക് കാണാൻ വലിയ രസം ഉണ്ടാവില്ല, എനിക്കറിയാം. ശരിയാ, നീ പോകുന്നത് അറിഞ്ഞോട്ട് ചിലപ്പോ മുടികളെ മുറിച്ച് സ്റ്റൈലാ ചേട്ടാ. ഇങ്ങോട്ട് നോക്കിയാ ചേട്ടാ മറന്നു പോയിട്ടാ. അപ്പൊ ആ ഓടിപ്പോയി എടുത്ത് കൊണ്ടുവരുന്ന കണ്ട സ്നേഹമുള്ള മകൻ. അങ്ങനെ എവിടെ പോന്നിപ്പ ഇനി? അതൊക്കെ സൂചി വെക്ക. എന്റെ മോനെ സീറ്റ് ബെൽറ്റ് ഇടുന്നാല് പോകുമ്പോ തന്നെ സൂചിയും വെച്ച മറ്റേ കരച്ചിലും കണ്ടിട്ട് വേണം പോയെ. ഇന്ന് തന്നെ കറക്റ്റ് എല്ലാം ഒരേ ഡേറ്റിനാണ്. മോന് സൂചി വെക്കേണ്ട ഡേറ്റ്, പോണ്ട ഡേറ്റ്. ആശാനടുത്താണ്. ആഹാ, അവിടെ ഇരിക്കുന്നുണ്ടാ? ഇപ്പൊ നല്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി വരുത്താ കാണ്ടിരോ. ഇപ്പൊ നമ്മളെ എച്ചൂടന് പോളിയോ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മളെ ആശാൻ തിരിച്ചു പോയിട്ടുണ്ട്. വികാര നിർഭരമായ നിമിഷങ്ങൾ പകർത്താൻ വേണ്ടി ഞാൻ ക്യാമറ ഓണാക്കി വെച്ച അന്ന് രാവിലെ തൊട്ട്. നടക്കൂല മോനെ, വികാരം കിട്ടൂല മോനെ. ഞാൻ ചിരിച്ചോണ്ടന്റെ പോകുന്നതാ പറയുന്നത് കാണാൻ നോക്കെ. ഇതിപ്പോ രാവിലത്തെ സമയട്ടാ, ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോകുന്നത്. അപ്പൊ ഇനി എന്റെ അടുക്ക ഇഷ്ടംപോലെ മണിക്കൂറുകളുണ്ട്. 3-4 മണിക്കൂർ എന്റെ കൈമിൽ ഇനിയും ഉണ്ട്. പിന്നെ എനിക്കെന്ത് ടെൻഷൻ. പക്ഷെ ലാസ്റ്റത്തെ അരമണിക്കൂർ ലാസ്റ്റ് പോവാൻ നോക്കുമ്പോൾ ആ ഒരു സമയമില്ല, ആ ഒരു സമയം നമുക്ക് കിട്ടുന്നുണ്ട്. നോക്കട്ടെ, ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ആ സമയം കൂടി വീണ്ടും വരും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയത് തന്നെ ഓർമ്മയില്ല. അപ്പൊ എന്നെ തിരിച്ച് വന്നിന്. ചിരിച്ചോണ്ടിരിക്കണ്ട, ഞാൻ പോകുന്ന സന്തോഷത്തിൽ ചിരിക്കുന്നുണ്ടോ നിങ്ങളെല്ലാരും? വെറുതെ ചിരിക്കാണ്ടൊക്കെ നിക്കണോ കുറച്ച് സമയം? ഇതാ ഞാൻ പറയുന്നത്. ഇവളിങ്ങനെ ചിരിക്കാണ്ടിരിക്കും. പിന്നെ ഞാൻ എന്തിനാ സങ്കടപ്പെട്ട് നിൽക്കുന്നത്? അങ്ങനത്തെ ഒരു ഭാര്യാന്റെ നിങ്ങളെല്ലാരും പറയണം കേട്ടോ കമന്റില്. വല്ലാത്ത ആ ഒരു കോമഡി അറിയാം. കഴിഞ്ഞ വീഡിയോനകത്ത് ഞാൻ അറിയാണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോ ഞാൻ പറഞ്ഞ് നിങ്ങളെ അഭിപ്രായം പറയണേ, നിങ്ങളെല്ലാരും ഇഞ്ചി വെളുത്തുള്ളി ഇടലെന്നെങ്കിലും പറയണേന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. ഉയന്റെ ദൈവമേ, ഞാൻ ആ കമന്റ് ബോക്സ് തുറക്കുമ്പോ പയറ് പറവല്ലാണ്ടൊരു സാധനം ഇല്ല കമന്റില്. നിങ്ങളത് നോക്കണേ, കഴിഞ്ഞ വീഡിയോന്റെ കാര്യം പറഞ്ഞത്. അല്ല, ഞാനാണെങ്കിൽ അത് ഇടുമ്പേ ഞാൻ പറഞ്ഞതാ, ഇതിപ്പോ വറവിൽ ഇടൂലല്ലോ ചോദിക്കാൻ ചെയ്യാം. ഇവരെപ്പോഴും ഇല്ല കാര്യത്തില് നിങ്ങൾ കമന്റിൽ പറയണം, നിങ്ങൾ അത് ഇടുവോ ഇല്ലയോ. സത്യമായിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ, അത് ഞാൻ അടിച്ചോണ്ട് പേസ്റ്റ് ആയിട്ടില്ല. എന്നാലും ഞാനത് പറയണേന്ന് പറഞ്ഞു നോക്കുമ്പോ വേറെ ഒരു കമന്റും ഇല്ല. എന്റെ പയറും ഇഞ്ചിയും അല്ലാണ്ട്. അതുപോലെ ഞാനൊന്നും പറയാൻ പറയുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങിയത് തന്നെ ഇവൻ ഇന്ന് പോകുന്നു എന്നുള്ളത് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. അപ്പൊ പിന്നെ നേരാന്ന് അറിയുന്നത്, ഇന്നാന്ന് പോളിയോ കൊടുക്കേണ്ട ഡേറ്റ് എന്നല്ല ഇടത്തി പറയുന്നത്. അപ്പൊ പിന്നെ ഇങ്ങനെ പോവാന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തിട്ട് അങ്ങനെ വന്നതാണ്. ഇപ്പോ ഏതായാലും തിരിച്ചു പോക്കാന്ന് വന്നിട്ട് ഇപ്പൊ 20 ദിവസത്തിന് അടുപ്പിച്ചിട്ടുള്ള ഒരു ലീവേ ഉണ്ടായിട്ടുള്ളൂ. 2-2.5-3 ആഴ്ച അത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ കഴിഞ്ഞ് ഇന്ന് പോക്കാം. ഇന്നിപ്പോ ഏകദേശം രാവിലെ ഒരു 11:30-11:45 ആയിട്ടേ ഉള്ളൂ. വൈകുന്നേരം ഒരു 5 മണി, ഒരു 4:30-5 മണി ആകുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് വിടും. പിന്നെ പോകുന്ന ടൈമിനെല്ലാം വീഡിയോ എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അറിയില്ല. സ്വാഗതം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വേറൊന്നും പറഞ്ഞില്ല, നേരെ വണ്ടി കയറി ഇങ്ങോട്ട് വരുവോ ചെയ്തേ. അല്ല മോനെ, ആശുപത്രിയിലാണ് ഉള്ളതെന്നുള്ളത് ബോധമൊന്നും ഇല്ല എനിക്ക്. ആയില്ല കൊടുക്കേ കൊടുത്തിട്ട് ഇങ്ങനെ സൈലന്റ് ആയിട്ടൊന്നും വേണ്ട. അതിലെന്തെങ്കിലും അവിടെ ഫോമെല്ലാം കൊടുക്കാണ്ട് പോകുന്നു. അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്റെ പരിപാടി നടക്കട്ടെ. എനിക്കും ഉണ്ടൊരു സൂചി കേട്ടാ. അങ്ങനെ ഇരിക്കും, മര്യാദക്ക് ഇരുന്നിട്ടാണെങ്കിൽ മാത്രം. കൈ പിടിക്കാണ്ട് ഒറ്റയടിക്കൊന്ന കാലിതാ മുട്ടിതാവും. നല്ല ഒന്നായി. ആ പാന്റിന്റെ ബേക്ക് ഉണ്ടാവില്ല അല്ല കുറച്ച് കഴിയുമ്പോക്ക്. പോളിയോ കുത്തിവെപ്പെല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് കിടക്കുന്ന ഇച്ചൂട്ടൻ ചേമ്പ് മൊത്തം കാര്യമാക്കിയിട്ടുള്ള ഇരുത്തം കണ്ട. അല്ല മോനെ, എനിക്ക് അങ്ങ് പോയാലും തിന്നാലൊന്നും കിട്ടൂലേ?
ഇതൊന്നും പറയാൻ പറ്റുന്നില്ല. തൂക്കടാ എത്രയുണ്ട് നോക്കിയാ. ആ തൂക്ക് വേഗം. ഇതൊക്കെ തൂക്കുന്ന മെഷീനെ പിടിച്ച് പൊന്തിക്കാനാകുന്നുണ്ട് എനിക്ക്. എല്ലാം പൊന്തിക്കാ. ഒന്നൊന്ന് പൊന്തിച്ചേട്ടത്. എത്ര കിലോ ഉണ്ട് പറഞ്ഞാട്ടെ. ആ അതിന് മുകളിൽ ഇരുന്നിട്ടാ തൂക്ക് വേഗോ സമയ. ആ ആ അതാ അതാ വേണ്ട അധികം മുക്കണ്ട. ട്രൗസർ മാറ്റേണ്ടി വരും. മതി മതിയില്ലേ. എത്ര കിലോ? ഏത്? ആ നീ അത് പൊന്തിച്ചാ മതി. എന്റെ മോനെ ഇവിടെ ഒറ്റ കൈ കൊണ്ട് അതിലെന്താ ഉള്ളേ? അടിപൊളി. ഞാൻ ഓൺലൈനിൽ വാങ്ങിയ ഒരു കിടിലൻ സാധനം ഉണ്ട് എന്റെ കയ്യിൽ. കാണിച്ചു കൊടുക്കടാ. നിങ്ങളെ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നെല്ലാം വാങ്ങുന്നത് ഓക്കെ, ഞാൻ സമ്മതിക്കും. കാരണം നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ട് വാങ്ങുന്ന ഒരു സംഭവമാണ്. ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു ബന്ധമില്ലാത്ത ഇതുവരെ കേൾക്കാത്ത കുറേ ആപ്പുകൾ വരും നമ്മളെ സാധനം വാങ്ങാനും ഇതുവരെ. അങ്ങനെ ആരെങ്കിലും വാങ്ങിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഞാൻ വാങ്ങിയില്ല കേട്ടാ. എനിക്കിത് നല്ല ധാരണയുണ്ട്. അതിനകത്ത് നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ആനക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേന വരുമെന്നുള്ള കാര്യം എനിക്കറിയാം. ആശാനിപ്പോൾ അതേപോലെ നല്ലൊരു അമളി പറ്റിയിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ 1000 റുപ്യം കൊടുത്തിട്ട് കിട്ടിയ സാധനമായിരുന്നു. ഇതിങ്ങനെ നായിനി അടിക്കാം. സംഭവം നല്ല പരസ്യം ഞാൻ കണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോ. അപ്പൊ ഞാൻ നല്ല ഉപകാരമുള്ള സാധനമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. വീട്ടുകാർക്കൊരു ഉപകാരം. ഇത് സംഭവമില്ല, നമ്മള് ആല് കെട്ടുന്നതിന് പകരം 2 സൈഡ് സ്ക്രൂ ചെയ്യാണ്ട് ടൈറ്റ് ആക്കി വെക്കാൻ പറ്റുന്ന ടൈപ്പിൽ സാധനം. 2 സൈഡും തിരിച്ച് ടൈറ്റ് ആക്കാൻ പറ്റുന്ന ചുമരമ്പില് 2 ചുമരമ്പിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ ആക്കേണ്ട ഒരു സാധനേനു ഇത്. പെട്ടി പൊട്ടിച്ചാരോ ഇങ്ങനെ ഒരു കമ്പി കഷ്ണം കിട്ടിയത് 1000 റുപ്യ ഡീം. അപ്പൊ ഇതുപോലെ വേറെ ലൈറ്റിന്റെ സാധനം ഞാൻ ഒരു ലൈറ്റ് ഓർഡർ ചെയ്തിനു. അപ്പൊ അത് വന്നെന്ന് പറഞ്ഞിട്ടൊക്കെ വിളി വന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ആടെ തന്നെ ക്യാൻസൽ ആയിക്കോ, ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞ് അത് ഞാൻ അപ്പാടന്നെ ക്യാൻസൽ ആക്കി. അതുകൊണ്ട് ആ പൈസ എങ്കിൽ ലാഭിക്കട്ടെ എന്ന് വിചാരിച്ച്. ആരും ഇതുപോലെ പറ്റിക്കപ്പെടാതിരിക്കുക. ഞാൻ നിങ്ങളോട് വേണ്ടിട്ട് പറയുന്ന, നിങ്ങൾക്ക് വേണ്ടിട്ട് പറയുന്നതാണ് അല്ലേ. എല്ലാരും എന്നെ നോക്കിയാ ഞാൻ സംഭവം ഇതേ സാധനം ഞാൻ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും തപ്പി നോക്കി. ഇതല്ല ഈ സാധനമല്ല, ഇതിന്റെ ഞാൻ മറ്റേ പരസ്യം കണ്ട സാധനം. അപ്പൊ അതിലേടി അത് കണ്ടില്ല. ഇത് റിട്ടേണും ആകുന്നില്ല, ഒന്നും ആകുന്നില്ല. ആ സൈറ്റ് തന്നെ കണ്ടുപിടിക്കാനാകുന്നില്ല. ഞാനത് സെയിം സാധനം ഞാൻ എന്നിട്ട് ഫ്ലിപ്കാർട്ടിലും തപ്പി നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു സാധനം അതിൽ കാണുന്നില്ല. വേറെ എന്തെല്ലോ സാധനം. അപ്പം പിന്നെ ഇത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പാട് ഓർഡർ ചെയ്താണ്. ഇത് ചെയ്യാനാ പറ്റിപ്പോയി. അപ്പൊ ആരും അങ്ങനെ ഒന്നും ഇൻസ്റ്റയിൽ കാണുന്ന പേജിൽ നിന്ന് ഓർഡർ ചെയ്തോ അല്ലാണ്ട് വരുന്നൊരു ആഡ് പോലെ വരുന്നൊരു സംഭവം ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഒരു കാരണവശാലും ആരും ഓർഡർ ചെയ്യാൻ നിൽക്കരുത്. പറ്റിക്കപ്പെടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം എനിക്ക് നല്ലൊരു അമണി പറ്റിയിട്ടുണ്ട്. നമുക്ക് നായിനെ അങ്ങനെ അടിക്കാനോ അതിലൂടെ ഇരുട്ടി പോകുമ്പോൾ എടുക്കാട്ടാ. നീണ്ടു വരുമെങ്കിലും ഒന്നുമില്ല, വണ്ണാമ്പലാട്ടാനെങ്കിലും ഉപയോഗിക്കാനും അതും ആകുന്നില്ല. നല്ല വെയിറ്റ് ഉണ്ട് പക്ഷേ എങ്കിലും സാധനം. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു സംഭവത്തിനെ പറ്റി? എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇന്ന് പോളി എടുത്തിട്ട് എന്ത് പറയുന്നു മോനെ? പാക്കിങ് മൊത്തം കഴിഞ്ഞു. എനിക്ക് പ്രാണവേദന പൂച്ചക്ക് വീണവായന ഞാൻ പോകുമ്പോഴുള്ള അവസ്ഥ. ആരിക്കാടെ ഇവിടെ വീണവായനയുള്ള അത് പറഞ്ഞു. എന്ത് മോനെ എന്റെ 1000 രൂപയുടെ സാധനം, എന്റെ 1000 രൂപയുടെ സാധനം ഞാൻ ആർക്കും തരില്ല. മിണ്ടാടുക്ക് ഇല്ല, നോക്കണ്ട. എല്ലാവരുടെ മുഖവും ഞാൻ ഒപ്പിയെടുക്കുന്നു. അമ്മ പിന്നെ ഒരേ ചിരി തന്നെ. എനിക്കും ചിരി. പിന്നെ മോനും കൂടി ഒന്ന് ചിരിച്ചാട്ടെ. ചേട്ടന് മാത്രം സങ്കടം ഉണ്ടാവും. എന്നാ സംഭവം അറിയാത്തോണ്ട്. സൂചി വെച്ചതുകൊണ്ട് ആയതുകൊണ്ടെങ്കിലും ഇന്നോ ഞാൻ പോകും. അല്ല അന്മീത് സ്കൂളിൽ പോകാത്ത ഒരു കഥയുണ്ട്. അച്ഛനിന്ന് വൈകുന്നേരം പോകുന്നത്. അപ്പോൾ പറയാ സാരമില്ല പോയിക്കോട്ട് വേഗം വരുവേ എന്ന് പറഞ്ഞ. അപ്പോൾ എന്നോട് പറയാ അച്ഛൻ പോകുമ്പോ നമുക്ക് അറിയണ്ടേ. ഞാൻ സ്റ്റാർട്ട് ആക്ഷൻ എന്ന് പറയും. അന്നേരം കരയണേ അച്ഛൻ ഇറങ്ങുമ്പോ. കരയുന്നല്ലേ, കരയുന്നോടല്ലേ ഞാനും കരയുന്നത്.
ചിരിക്കടാ. ഞാനിങ്ങനെ ശോകം പിടിച്ച് വരുമ്പോ ഇങ്ങളെ ആദ്യം രണ്ടാളും ചിരിക്കുക, ഒരുത്തിന് ഇവിടെ സങ്കടപ്പെട്ട് ഇരിക്കുക. സൂം ചെയ്താണ്ട് എന്ത് ചെയ്യണ്ട. ഞാൻ ഡ്യൂട്ടിക്ക് രാവിലെ പോകുമ്പോ വരെ ഒരാളുടെ കരയുണ്ട് അറിയെങ്കിൽ. അപ്പൊ പിന്നെ പറഞ്ഞു പോന്നാ കണ്ണൂര് രാവിലെ നീ അമേരിക്ക പോയതിനോട് കാര്യമില്ല. നന്നായിട്ട് അറിയാം. അവനെ കൂട്ടിട്ട് പോലും പോന്നറിയില്ലല്ലോ. അമീൽ എന്തോ രാവിലെ പറയുന്നാട്ടെ. ചാറ്റ പറയടാ. കളിക്കാൻ പോണ്ട തിരക്കാവൂന് കേട്ടാ. ഉമ്മയില്ല കെട്ടിപ്പിടിച്ചിട്ട് തരുവല്ലോ. പോട്ടെ. വീണ്ടും നമ്മൾ എയർപോർട്ടിലെത്തിയിരിക്കുന്നു. നോക്കെ വാവക്ക് മരുന്ന് കൊടുക്കുന്ന തിരക്കിലാണെങ്കിൽ അങ്ങനെ എയർപോർട്ടിൽ പോയി അവനെ കൊണ്ടാക്കി തിരിച്ച് വന്ന് 7 മണിക്കുള്ള ഫ്ലൈറ്റ്, 1 മണിക്കൂർ ലേറ്റ്, 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ 1 മണിക്കൂറും കൂടി അവിടെ നിന്നിട്ടാണ് വന്നത്. സാവധാനം പറഞ്ഞാണ്, ഇല്ലെങ്കിൽ 7 മണി, ഒരു 6:30 7 മണിയാകുമ്പോൾ നമ്മളിവിടെ തിരിച്ചെത്തേണ്ടതാണ്. ഇന്നിപ്പോൾ 8 മണിയായി ഈ ടൈമിലാണ് തിരിച്ചെത്തിയത്. ഈ സമയത്ത് ഇപ്പോൾ ഏകദേശം കയറേണ്ട ടൈമായെന്നാണ് തോന്നുന്നു. ഇതിനപ്പുറം ലേറ്റ് ഉണ്ടോയെന്ന് അറിയില്ല. കുറച്ച് മുമ്പ് വിളിച്ച എല്ലാ പ്രാവശ്യവും ഉള്ള ഒരു ലീവിന് വരുന്ന ടൈമിനൊരു ഒരു ഒരു രീതിയുണ്ട്. മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഓൻ വരുന്നത്, പിന്നെ വന്ന് കഴിച്ചാൽ അടിപൊളി തന്നെ. സൂപ്പർ. അവർക്ക് കൊടുത്താ മരുന്ന് കൊടുത്താ എന്നാ കൊടുത്ത ഡോക്ടർ അവർക്ക് മരുന്നിനും കൊടുക്കുന്ന ആളാണ് അല്ലേ? അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ അവൻ വരുന്ന വീഡിയോ, പിന്നെ വന്നിട്ടാകുമ്പോഴുള്ള ഒരു കുക്കിംഗ് വീഡിയോ, പിന്നെന്താണ് ഒരു വെറുതെ പറഞ്ഞു നിൽക്കുന്ന ഒരു വീഡിയോ, പിന്നെ ലാസ്റ്റ് ഓൻ പോകുന്ന ഒരു വീഡിയോ, ഇങ്ങനെ ഒരു എപ്പോൾ ഓൻ വന്നാലും അങ്ങനത്തെ ഒരു ടൈപ്പ് വീഡിയോ ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളത് മാറ്റുന്നില്ല. ഓൻ പോകുന്ന വീഡിയോ, അതായത് ലാസ്റ്റ് ഓൻ പോകുന്ന വീഡിയോ കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തും കമൻറ്റിൽ വരുന്ന പോലെ തന്നെ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചപ്പാടാണ്, ഭയങ്കര ഉത്സവം പോലെയാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നുള്ള ഇടക്കിടക്ക് കമൻറ്റ് കാണാം. അപ്പോൾ ഈ വീഡിയോന് എന്തായാലും ആ ഒരു സംഭവം ഉണ്ടാവില്ല. അവൻ പോകുന്ന സംഭവം ഇതെല്ലാം ആയതുകൊണ്ട് അവൻ അധികം ഒന്നും വർത്താനം പറഞ്ഞില്ല, ഒന്നുമില്ല. ഓൻ്റെ ചളിയും കാര്യങ്ങളെല്ലാം കേൾക്കണമെങ്കിൽ ഇനി അടുത്ത ലീവ് വരെ കാത്തു നിൽക്കണം. അതുവരെ എൻ്റെ ചളി കേട്ടുകൊണ്ടിരിക്കാം. പിന്നെ ഇവള് പറയുന്ന ചളി ഇടക്കിടക്ക് കേൾക്കാം. അമ്മ പിന്നെ ചളി പറയില്ല അല്ലേ? ഞാനുണ്ട്, അതാണ് എൻ്റെ ചളി നിങ്ങൾ കേൾക്കേണ്ടി വരും കുറച്ച്. അതെ, ഇനി ഓൻ്റെ ചളി കൂടി വാഹിച്ചെടുത്ത് ഞാൻ പറയേണ്ടി വരും ഇനി. അപ്പം ഇനി ഓൻ്റെ ചളി കേൾക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം കൂടി കാത്തു നിൽക്കണം. അടുത്ത ലീവ് വരുന്നവരെ കാത്തു നിൽക്കുക. അപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.